സുലൈമാൻ അയ്യോ ബാബ എടാ ആരെങ്കിലും പോരുത് പന്നി എന്നെ കൊല്ലല്ലേ ബാബി എന്നെ കൊല്ലുന്നു ബാബ കേട്ടോ ഇവനാ ബാബെ കൊന്നത് ഇവനാ കൊന്നത് ഞാനല്ല ഇവനാ സുലൈമാനെ ഫോണ് പറയുന്നോടാ പട്ടി ഇവ നമ്മുടെ ബാബയെ കൊന്നു ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടതാ ഇവ ചതിയനാ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് പച്ച പാതിരേക്ക് ബാബയുടെ മുറിയിൽ ഓടിക്കയറിയപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചതിയൻ എന്തിനാ ഇത് ചെയ്തത് ചതിയൻ ഞാനല്ല ഇവനാ കൊന്നത് കള്ളം പറഞ്ഞോണേ നീ കാമറല്ലേ അറിയോ ഇവ കാമറാണ് വേഷം കെട്ടി വന്നിരിക്കുന്ന സത്യം പറ നീ ഉണ്ണികൃഷ്ണനാ പന്നി നീ ഉണ്ണികൃഷ്ണനെന്ന് പറ നീ ഇസ്ലാമല്ലേ ബാബേ ഞാനല്ല ഇത് ചെയ്തത് ചോദിച്ചതിന് സമ്മാനം പറയടാ നീ സലാമല്ലേ അല്ല നായേ സ്വന്തം മോനെ പോലെ വാരി തന്നു വളർത്തിയതല്ലടാ നിന്നെ എന്തിനാടാ നീ ഞാനല്ല ബാബേ ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ ഒന്നും പറയണ്ട അടിച്ചു കൊല്ലാവനെ അയ്യോ കൊല്ലവനെ വേണ്ട ഈ തറവാട്ടിലെ ചതി എന്നെ മയ്യത്ത് വീഴ്ത്തണ്ട അങ്ങോട്ട് വാ നടക്ക റിമാൻഡ് പ്രസന്നറാണ് സർ. അടുത്ത മാസം 18-ാം തീയതിയാണ് വിധി. റാസ്കൽ, വലിയ അഭിമാനമായിരുന്നു എനിക്ക്. നിങ്ങളെ ഒന്ന് ഉപദേശിച്ചാൽ നന്നാവില്ല എന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചിരുന്ന ഓഫീസേഴ്സിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ നീ ഒരുത്തിനെങ്കിലും ഉണ്ടായല്ലോ എന്നുള്ള സ്വകാര്യ അഹങ്കാരം.
നിന്നെക്കുറിച്ച് പറയുമ്പോൾ 1000 നാവായിരുന്നു എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും. എല്ലാം തൊലച്ച് കളഞ്ഞല്ലോടാ നീ. യു ചീറ്റ്. തീവ്രവാദിയാണ് അല്ലടാ? അല്ല സാർ, ചതിയാണ്. വായും മനസ്സും അറിയാത്ത കാര്യം അത്. ഇനിയും നീ നാടകം കളിക്കണ്ട. മാസങ്ങളോളം പതുങ്ങി നടന്ന് പ്ലാനും പദ്ധതിയും തയ്യാറാക്കി സലാം എന്ന പേരിൽ അവിടെ കയറിക്കൂടി അയാളെ കൊന്നിട്ടും നീ ഒന്നും അറിഞ്ഞില്ല അല്ലടാ? ഒന്നും അറിയാതെയാണോടാ ടിവിയും പത്രക്കാരും നിന്നെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് നടത്തിയത്? ഒക്കെ കെട്ടിച്ചമച്ച കഥകളാണ് സാർ. സലാം എന്നെനിക്ക് പേരിട്ട് തന്നെ ബാബയാണ്. ഇല്ല ഇല്ലടാ, ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല. സുമാരപിള്ളേ. സർ. എന്താ സർ? കൊണ്ടുപോവിനെ. പടാ. നീ ഇത് എവിടെ ഇരുന്നടാ? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇവിടെ ഇപ്പൊ ടി വി ഉണ്ടടാ. ആ ഇവിടുന്ന് പോണോന്നുണ്ട്, പക്ഷെ ശിക്ഷ കഴിയാതെ പറഞ്ഞു വിടൂലല്ലോ. പണിയെടുക്കട പോടാ. പണിയാ ഒന്ന് പോ സാറേ, ഇന്നിനി റെസ്റ്റാ. ഇവനെ ഞങ്ങളുടെ കൂടെ പറപ്പാ. ഒന്നിച്ചൊരേ ജൂനൈൽ തറവാട്ടിൽ 8 കൊല്ലം പാട്ടും കുത്തായി കഴിഞ്ഞോരാ ഞങ്ങ. എത്ര നാളത്തെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അറിയാമോ ഇവൻ ഇതിനകത്ത് വന്നത്? അല്ലേടാ? അയ്യോ, ഈ കാണാനുള്ള കൊതി കൊണ്ടല്ലടാ, ഞങ്ങൾക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ലല്ലോ. വി മീറ്റിംഗ് എ ലോങ് ടൈം, യു നോ സാർ. മീറ്റിംഗ് ഒക്കെ സെല്ലിൽ മതി. പോ സെല്ലിൽ മതിയാ? ഓക്കെ. ഉണ്ണികൃഷ്ണ, നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കാടാ. ജയിലിന്റെ ഏതെങ്കിലും മൂല അടിച്ച് പൊളിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ ഇടിച്ചിന്റെ കൂമ്പിയം പൊളി. ജയിൽ അടിച്ച് പൊളിക്കണ കാര്യമല്ല സാറേ പറഞ്ഞത്, ഇവിടെ ലൈഫ് അടിച്ച് പൊളിക്കാന്നാ പറഞ്ഞത്. ലൈഫോ? അതൊക്കെ ആദ്യത്തെ ഇടിക്കാനെ തീർന്നില്ലടാ. ആ ഇപ്പൊ സാറ് പോ, അല്ലെങ്കിൽ ഞാൻ ഇതുകൊണ്ട് മുടി പോ. പോ ചെല്ല്. പോടാ പോടാ. അപ്പൊ തീയൂടാ. ജുവേനൽ ഹോമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചെറിയ ചെറിയ മൊന്തയും കിണ്ടിയും ടൈം പീസും ഒക്കെ അടിച്ചു മാറ്റി മറച്ചു വെച്ച് നടന്നിരുന്ന ആളാണ് ഞാൻ. ഒരിക്കൽ വീട്ടിൽ നിന്ന് ഒരു സൂട്ട് കേസ് കിട്ടി. തുറന്ന് നോക്കിയപ്പോ അടുക്കടുക്കിന് നോട്ട് കെട്ടുകൾ ഒരു 5-10 ലക്ഷം രൂപ ഉണ്ടാവും. അതും കൊണ്ട് നമ്മൾ അങ്ങോട്ട് സ്കൂട്ടായി സിറ്റിയിൽ ഒരു ബാറിൽ കയറി അതൊന്ന് ആഘോഷിച്ച്. ബാർ അടക്കാൻ പോണെന്ന് പുറത്തിറങ്ങിക്കോളാൻ പറഞ്ഞപ്പോ എനിക്കത് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോഴത്തെ മൂച്ചില് ബാർ കൊടുക്കണമെന്ന് ചോദിച്ച് സൂട്ട് കേസ് തുറന്ന് അഡ്വാൻസ് 10 ലക്ഷം രൂപ പിടിച്ചു എന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറന്നപ്പോ കൊഞ്ചു വളഞ്ഞു കിടക്കണ പോലെ ചെല്ലിന്റെ അകത്ത് കിടക്കാണ്. പഞ്ഞി കിട്ടട്ടെ. നീ പറ, ഒരു ബുദ്ധിമുട്ടില്ലാതെ സർക്കാരിന് 10 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്ത ഞാൻ അകത്ത് കിടക്കണ പുറത്ത് നടക്കണ? തലയിൽ കുറ്റവാളിന്നൊരു ചോപ്പോട്ടം വീണാ പിന്നെ ആയുഷ്കാലം അത് മാറൂലടാ. അതുകൊണ്ടല്ലേ 12-ാം വയസ്സിൽ തുടങ്ങിയ പണി ഞാനങ്ങ് കണ്ടിന്യൂ ചെയ്തത്. കപ്പലിൽ നിന്ന് കള്ളച്ചരക്ക് തോണി കിടക്കണ പണി ഇടയ്ക്ക് പിടിക്കും. അപ്പൊ പിന്നെ കുറച്ച് നാൾ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കും, പിന്നെ വിടും. അപ്പൊ പിന്നെയും തുടങ്ങും, പിന്നെ പിടിക്കും. അങ്ങനെ എന്തായാലും സബ് ജയിലിലെ സെല്ല് മുഴുവനും ഫുള്ളായത് ഭാഗ്യം. അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. എന്തായാലും ഒരുമിച്ച് ഇങ്ങനെ കൂടാൻ പറ്റിയില്ല. പടച്ചോ കാത്തു. നന്നായി നടന്നിങ്ങനെ കൂടാൻ പറ്റോടോ? ഇനിയിപ്പൊ നന്നാവാന്ന് വിചാരിച്ചാ തന്നെ നാട്ടുകാര് സമ്മതിക്കും. എന്താടാ ജോജി? നാട്ടുകാർ മാത്രമല്ല, പോലീസ് ഏമാന്മാര് സമ്മതിക്കില്ല. നിനക്കറിയോ, ഞാൻ ഡീസന്റ് ആയിട്ട് ഡ്രൈവർ പണി ചെയ്ത് നടന്നിരുന്നതാണ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് 50 പവൻ പോയ കേസിൽ പ്രതിയെ കിട്ടാതായപ്പോ പോലീസ് എന്നെ പൊക്കി. ഓരോ തട്ടാമാരടുത്ത് കൊണ്ടുവന്ന് കട്ട മുതൽ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറയിപ്പിച്ചു. തട്ടാമാര് പേടിച്ച് കേസിന് തലവരാൻ 5-10 പവൻ വീതം കൊടുത്തു. അതിൽ നിന്ന് തൊണ്ടി മുതൽ കഴിച്ച് ബാക്കിയുള്ളത് ഏമാമാര് വീതിച്ചെടുത്തു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഇനി ഡീസന്റ് ആയിട്ട് കാര്യമില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. ടൂൾസ് വർക്ക് തുടങ്ങി. കൊട്ടേഷൻ ഉറപ്പിച്ച ആളുടെ അടയാളം അഡ്വാൻസും തന്നാൽ ബൈക്കിൽ പാഞ്ഞെന്ന് സ്ക്രൂ ഡ്രൈവർ ഒരു കാച്ച ആള് ക്ലോസ്. അങ്ങനെ ഡ്രൈവർ ജോജി സ്ക്രൂ ഡ്രൈവർ ജോജിയായി. റിവോൾവറിന്റെ ഡിഷും ബുള്ളറ്റ് കൊണ്ട് ചങ്കന് കാച്ചിനോടാണ് നിന്റെ ഒരു ഉണക്ക സ്ക്രൂ ഡ്രൈവർ. ഒന്ന് പോടാപ്പാ. അല്ല, നിനക്കയാളെ കൊല്ലാൻ തോക്ക് എവിടെ കിട്ടി? ഞാൻ കൊന്നിട്ടില്ല. അത് വിട്, ഞങ്ങൾ ആരോടും പറയൂല. അല്ല, ശരിക്കും നീ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ആളാണോ? അല്ല, ആണോന്നല്ലേ ചോദിച്ചുള്ളൂ. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഈ കാസിം ബാവനൊക്കെ കൊല്ലുകയെന്ന് പറഞ്ഞാലേ ഞാൻ ആരെ കൊന്നിട്ടില്ല. പിന്നെ അച്ചമ്പട്ടത്തിന് പഠിക്കാനല്ലേ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവൻ പുണ്യാളനാടാ, പുണ്യാളൻ. ഞാൻ കൊന്നിട്ടില്ല ബാബയെ, ഞാൻ കൊന്നിട്ടില്ല. ക്ഷമിക്കടാ.
പിന്നെ ആരാടാ നിന്നെ ചതിച്ചത്? സുലൈമാൻ